ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാനും ഏതെങ്കിലും ഒരു രംഗത്ത് സമൂഹത്തിന് നന്മയാകുന്ന മികവ് നേടാനും മനുഷ്യന് ആഗ്രഹം വേണം. തൻ്റെ ജീവിതം കൊണ്ട് സ്വന്തത്തിനും കുടുംബത്തിനും അപ്പുറം മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം ലഭിച്ചു എന്ന ചിന്ത അനിവാര്യമാണ്. മനസ്സിൽ സുന്ദരമായ സ്വപ്നങ്ങളും ഉന്നതമായ ലക്ഷ്യങ്ങളും കരുപ്പിടിപ്പിക്കുകയും പിന്നെ അവ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമം നടത്തുകയുമാണ് വേണ്ടത്. ഓരോ മനുഷ്യനും അവൻ എന്ത് ഉദ്ദേശിച്ചുവോ അത് ഉണ്ട്. പ്രകൃതി നിയമമനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള എന്ത് ഉദ്ദേശിച്ചാലും പ്രവർത്തിച്ചാൽ അത് നേടാൻ സാധിക്കും. പക്ഷേ മനുഷ്യരിൽ പലർക്കും ആയുസ്സ് തീരും വരെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന ചിന്ത മാത്രമാണുള്ളത്. ഒപ്പം തനിക്ക് ദൈവം വിധിച്ചത് ഇത്രയേ ഉള്ളൂ എന്ന് സമാധാനിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിധി എങ്ങനെ മനുഷ്യന് മുൻകൂട്ടി അറിയാൻ കഴിയും? യഥാർത്ഥത്തിൽ ദൈവവിധിയെപ്പറ്റിയുള്ള ഈ തെറ്റായ സങ്കല്പം നിഷ്ക്രിയത്വത്തിനുള്ള ഒരു ന്യായീകരണവും ഒരു തരം ഒളിച്ചോട്ടവും മാത്രമാണ്. നിരവധി കഴിവുകളോടെയാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. ഈ കഴിവുകൾ വളർത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് അവൻ്റെ ജയാപജയങ്ങൾ. ലോകത്ത് ആരും മഹാനായി ജനിക്കുന്നില്ല, സ്വന്തം പരിശ്രമത്തിലൂടെ മഹത്വം നേടുന്നു. മനുഷ്യവർഗത്തിന് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച വ്യക്തികളൊക്കെ വളരെയധികം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള കഴിവ് ഏത് മനുഷ്യനുമുണ്ട്. ഒരു മുഴുക്കുടിയൻ്റെ മകനായി ജനിച്ച് കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ച് വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന എബ്രഹാം ലിങ്കനാണ് അമേരിക്കൻ പ്രസിഡന്റായി മാറിയത്. ന്യൂട്ടൻ്റെ പ്രകടനം സ്കൂളിൽ ഒട്ടും തൃപ്തികരമായിരുന്നില്ല. വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ച് ലോകത്തിന് മുഴുവൻ തെളിച്ചമേകിയ തോമസ് ആൽവ എഡിസനെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ അധ്യാപകൻ മന്ദബുദ്ധി എന്നാണ് വിശേഷിപ്പിച്ചത്. ടോൾസ്റ്റോയിയെ പഠിക്കാൻ കൊള്ളരുതാത്തവൻ എന്ന് വിധിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. 6ാം ക്ലാസ്സിൽ തോറ്റ ചർച്ചിലാണ് 62ാം വയസ്സിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത്. ഉത്കർഷബോധമാണ് പ്രധാനം. 1999 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ അഹ്മദ് സുവൈൽ സ്കൂൾ വിദ്യാർത്ഥിയാകുമ്പോൾ തന്നെ മുറിയുടെ പുറത്ത് ഡോക്ടർ അഹ്മദ് സുവൈൽ എന്ന് എഴുതി വച്ചിരുന്നു. എനിക്ക് ഇന്നതാകണം, ആയേ തീരൂ എന്ന ഉറച്ച തീരുമാനമെടുക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് സാധ്യമാകാനുള്ള മാർഗത്തിൽ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കർമ്മനിരതനായി മുന്നോട്ട് നീങ്ങുക. നാം അത് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ മനുഷ്യൻ തിന്നും കുടിച്ചും അതിനുവേണ്ട വിഭവങ്ങൾ സമാഹരിച്ചും കഴിയുന്നതിനപ്പുറം വല്ല നന്മകളും ചെയ്താലും ചെയ്തില്ലെങ്കിലും നിശ്ചിത സമയമെത്തിയാൽ യാത്ര ആരംഭിച്ച അതേ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് വല്ല നന്മകളും ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മാത്രമാണ്. മഹത്തായ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യകുലത്തെ വിസ്മയിപ്പിച്ച ഉന്നത വ്യക്തികൾ എത്രയുണ്ട്. അവരെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചു വീണത് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ. നിരന്തരമായ പരിശ്രമവും കഠിനയത്നവുമാണ് അവരെ നേട്ടങ്ങളുടെ ഉടമകളാക്കിയത്. താൻ ആഗ്രഹിച്ചത് സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം വിജയത്തിനൊരു പ്രധാന ഘടകമാണ്. എന്നാൽ മനുഷ്യന് അവൻ്റെ ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ പലതും വന്നുപെട്ടേക്കും. അവയെ തരണം ചെയ്യാനുള്ള കരുത്തിനോടൊപ്പം ദൈവസഹായത്തിനായുള്ള പ്രാർത്ഥനയും വേണം. പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിക്കുമ്പോഴേ ഉദ്ദേശങ്ങൾ സഫലീകരിക്കപ്പെടുകയുള്ളൂ.